പാലക്കാട് കോട്ട ടിപ്പുവിന്റെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും പിതാവ് ഹൈദരാലിയാണ് ഇത് നിർമ്മിച്ചത്. പക്ഷേ പുരാതന കാലം മുതൽക്കേ അത് നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടത്തെ ഭരണാധികാരിയായിരുന്ന ഇട്ടിക്കൊമ്പിയച്ചൻ സാമൂതിരിയുടെ ഭീഷണി ഒഴിവാക്കാനായി 1757 ഹൈദരലിയെ സമീപിക്കുകയും അതുവഴി പാലക്കാടിന്റെ ഭരണം ഹൈദരലി കൈവശപ്പെടുത്തുകയും ചെയ്തു. 1766 നിർമ്മിച്ച ഈ കോട്ട 1790 ശേഷം പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ രേഖകളിൽ 1766 കോട്ട പുതുക്കി പണിതു എന്നാണ് കാണുന്നത്. ആരാണ്, എന്നാണ് ഉണ്ടാക്കിയത് എന്നതൊക്കെ ചോദ്യങ്ങളായി അവശേഷിക്കുകയാണ് ഇന്നും. രാജാക്കന്മാരുടെ കാലത്തിലുള്ള തമിഴ്നാടായിരുന്നില്ല പാലക്കാട്. അങ്ങനെ അറിയപ്പെട്ടു എന്ന് മാത്രം വന്നിരുന്നിട്ടേ ഹൈദരാലി പുതുക്കി പണിതു പിടിച്ചതാണ്. പിന്നെ ഹൈദരാലി വന്നു, ടിപ്പു വന്നു, അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നു. ബ്രിട്ടീഷുകാർ വന്നു, അതിനകത്ത് ആ ബിൽഡിങ്ങൊക്കെ അവരുടെയാണ്, ബ്രിട്ടീഷുകാർ കെട്ടിയത്. ഉള്ളിൽ വീണ് പൊടിയുന്നതല്ലേ? ജയിലിപ്പോൾ പോയി മലമ്പുഴയിലാണ്. മലമ്പുഴ ഇപ്പം ജയിലുണ്ടോ? അതിന്റെ ആവശ്യം ഇവിടുന്ന് അവിടേക്ക് കെട്ടി. അല്ല, ഇപ്പം ആ ബിൽഡിംഗ് മലമ്പുഴ ഉണ്ടോ? മലമ്പുഴയിൽ കെട്ടി വർഷമായിട്ടു. പിൽക്കാലത്ത് രാവണോദ്ഭവം ആട്ടക്കഥയുടെ കർത്താവെന്ന നിലയിൽ പ്രസിദ്ധനായ കല്ലേക്കുളങ്ങര രാഘവ പിഷാരടിയാണ് ഇന്ന് കാണുന്ന കോട്ടയുടെ സ്ഥാനം നിർണയിച്ചത്. ഒരു ഫ്രഞ്ച് എഞ്ചിനീയറായിരുന്നു ശില്പി. പ്രവേശന മുഖം വടക്കോട്ടാണെങ്കിലും വാതിലിന്റെ ദർശനം പടിഞ്ഞാറേക്കാണ്, മക്കയുടെ ദിക്കിലേക്ക്. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനും ടിപ്പുവും കൂടിക്കാഴ്ച നടത്തുന്നത് ഈ കോട്ടയിലാണ്. 1788 ആ കൂടിക്കാഴ്ച. തിരുവിതാംകൂറിനെ ആക്രമിക്കാനുള്ള തന്റെ പദ്ധതി ടിപ്പു വെളിപ്പെടുത്തുന്നതും ഈ കൂടിക്കാഴ്ചയിലാണ്. ശക്തൻ തമ്പുരാനോട് ഒരു സഹായം ആവശ്യപ്പെടാനും ടിപ്പു തയ്യാറായി. പക്ഷേ വളരെ തന്ത്രപൂർവ്വം ശക്തൻ തമ്പുരാൻ അതിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. തന്റെ ജാതകം ഗണിക്കാൻ ടിപ്പു തയ്യാറായത് ഈ കോട്ടയിൽ വെച്ചായിരുന്നു. മച്ചാട്ടുകൾ ഇതിനോട് തന്റെ ജാതകം ഗണിക്കാൻ പറയുകയാണ് ടിപ്പു. ജ്യോതിഷത്തിൽ തീരെ ഇല്ലാതിരുന്ന ടിപ്പു ജ്യോതിഷയെ പരീക്ഷിക്കാൻ ഒരു തത്തയെ പിടിക്കുകയും അതിനെ സ്വർണ്ണ ചങ്ങലയിൽ ബന്ധിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ തത്തയുടെ ആയുസ് എത്ര എന്ന് ജ്യോതിഷിയോട് ചോദിക്കുകയാണ്. ജ്യോതിഷിയുടെ മറുപടി ഈ തത്തയുടെ ആയുസ് അടുത്തിട്ടില്ല, മരണസമയം അടുത്തിട്ടില്ല എന്നായിരുന്നു. അതിനുശേഷം ടിപ്പു തന്റെ വാൾ ഉരുകയും തത്തയെ വെട്ടുകയും ചെയ്തു. പക്ഷേ വാൾ ചെന്ന് പറിച്ചത് സ്വർണ്ണ ചങ്ങലയിലായിരുന്നു. തത്ത രക്ഷപ്പെടുകയും ചെയ്തു. അതോടുകൂടി ടിപ്പുവിന് ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടായി എന്നാണ് കഥ. അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന മൺകോട്ടകൾക്ക് പകരം കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയതാണ് ഈ കോട്ട. സമുദ്രതീരത്താണ് സാധാരണ കോട്ടകളുടെ സ്ഥാനം എങ്കിലും പാലക്കാട് കോട്ട അങ്ങനെയല്ല. തിരുവിതാംകൂറിലെ ധർമ്മരാജാവിനോട് തൻ്റെ വിധേയത്വം, അതായത് ടിപ്പുവിനോടുള്ള ആ ഒരു വിധേയത്വം പ്രഖ്യാപിക്കണം എന്ന് പറയുന്നത്, അങ്ങനെ പറഞ്ഞ് കത്തയക്കുന്നത് ഈ കോട്ടയിൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം നെടുങ്കോട്ടയൊക്കെ കെട്ടി ടിപ്പുവിനെ പ്രതിരോധിക്കാൻ വേണ്ടി ധർമ്മരാജാവ് ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. സൈനികർക്ക് ഒളിച്ചു നിൽക്കാനും പീരങ്കി ഘടിപ്പിക്കാനും സൗകര്യമുള്ള വിധമാണ് കോട്ടയുടെ രൂപകൽപ്പനയെന്ന് ചരിത്രകാരനായ BVK വാലത്ത് രേഖപ്പെടുത്തുന്നു. ഹൈന്ദവ ഇസ്ലാമിക വാസ്തുവിദ്യയുടെയും യൂറോപ്യൻ സാങ്കേതിക വിദ്യയുടെയും സമന്വയമാണ് ഈ കോട്ട. പ്രവേശന കവാടത്തിലെ സ്തംഭം, ദ്വാരപ്പട്ടിക, തോരണം എന്നിവയിലൊക്കെ ഹൈന്ദവ കലയുടെ മുദ്രയാണ് കൂടുതൽ കാണാൻ കഴിയുക.
പാലക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസ് ഈ കോട്ടയ്ക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു മുന്നേ ഇവിടെ പ്രവർത്തിച്ചിരുന്ന സബ് ജയിൽ മലമ്പുഴയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനു പുറമെ പ്രസിദ്ധമായ ഒരു ആഞ്ജനേയ ക്ഷേത്രവും ഈ കോട്ടയ്ക്കുള്ളിൽ ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു സർക്കസ് കൂടാരത്തിൽ നിന്നാണ് MT വാസുദേവൻ നായർ വളർത്തുമൃഗങ്ങൾ എന്ന സിനിമയുടെ കഥാതന്തു രൂപപ്പെടുത്തിയത്. മൈസൂർ സൈന്യം ഹൈദരി എന്ന നാണയം അടിച്ചതും കൊച്ചിയിലെ ശക്തൻ തമ്പുരാനുമായി ടിപ്പു സുൽത്താൻ കൂടിക്കാഴ്ച നടത്തിയതും തന്നോട് വിധേയത്വം കാണിക്കണമെന്ന് പറഞ്ഞ് ധർമ്മരാജാവിന് ടിപ്പു കത്തയച്ചതും ഈ കോട്ടയിൽ വച്ചാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഈ കോട്ടയുടെ അനന്യത വേനലിൽ പോലും വെള്ളം കെട്ടിനിൽക്കുന്ന കിടങ്ങാണ്. അർത്ഥശാസ്ത്രം വിവരിക്കുന്ന ജലദുർഗത്തിന്റെയും മഹീദുർഗത്തിന്റെയും അപൂർവ ചേരുവയാണ് ഈ കോട്ട. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണിത്. മാത്രമല്ല രാവിലെയും വൈകിട്ടും വ്യായാമം ചെയ്യാൻ പറ്റിയ ഒരു ഇടം കൂടിയാണ് ഈ കോട്ട. ഞാൻ 14 ദിവസം 12 വർഷത്തോളമായിട്ട് കൊടുക്കുന്നതാണ് ആമയ്ക്ക്. ആമകല്ലേ? ആമ. ശരി. ആമയുണ്ട്, മത്സ്യമുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി അതിന് ഈ സമയം വരെ കാത്തു നിൽക്കും. അത് നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. ഇതിനെ വന്നോളൂ. അപ്പോൾ കടങ്ങിലിട്ട് ഞാൻ ഇടുന്നത് കാണാം. ഹനുമാൻ 12 വർഷത്തോളം കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അവർ ഞാനിപ്പോൾ പോയാൽ അവർ ആ വള്ളത്തിൽ നിന്ന് പുറത്ത് മുകളിലേക്ക് വരും. എന്നെ കണ്ടാൽ അത് അറിയാം അവർക്ക്. അതല്ലേ? അത്രയും നമ്മൾ ആമയും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഇത് ആമ 10 ഈ കടങ്ങില്ല. ഈ കടങ്ങിൽ 150 ആമകൾ മേലുണ്ട്. രാവിലെ ചോറ് കൊടുക്കും. ഇതിന്റെ പേര് കണ്ണൻ. കണ്ണൻ അല്ലേ? കോട്ട ഹനുമാൻ ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ്. അപ്പോൾ ഞാൻ താമസം ഇവിടെ തന്നെ. താമസം ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ദൂരം. അയ്യോ അപ്പാ. നല്ലൊരു സീനാണ് അല്ലേ? ഇത് നിവേദ്യ ചോറുണ്ട്. ഇനി ഭഗവാന്റെ നിവേദ്യ ചോറാണ്. അതും ഇവർക്ക് കൊടുക്കുന്നതാണ്. അത് രാവിലെയും കൊടുക്കും, വൈകുന്നേരവും കൊടുക്കും. ഇത് രണ്ടും വട വൈകുന്നേരം മാത്രമേ ഉള്ളൂ. നിവേദ്യ ചോറ് രാവിലെ ഉണ്ടാവും. രാവിലെ 6 മണിക്ക് കൊടുക്കും. പിന്നെ ഇത് വൈകുന്നേരം 5 മണി 5:30 ആകുമ്പോൾ ഇടണ്ടേ. ഇല്ലാമേനല്ലേ? അതന്നെ ആരും പിടിക്കാൻ പിടിക്കാൻ പറ്റും. താഴേക്ക് ഇറങ്ങാൻ പറ്റൂല. താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇത് സൂപ്പറായിനെ. അതെ 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 തീർച്ചയായിട്ടും. ഇത് നിങ്ങളെ കാലത്ത് തുടങ്ങിയ പരിപാടിയാണല്ല? ഞാൻ ഇവിടെ വന്നിട്ട് 20 വർഷമായി. അതിനുശേഷം ഒരു 8 വർഷം കഴിഞ്ഞിട്ട് എനിക്കത് ഇങ്ങനെ തോന്നലായി ഉണ്ടായത്. നമ്മളിവിടെ വെറുതെ കളയാണ് ഇതൊക്കെ. അയ്യോ. പിന്നെ ഇങ്ങനെ ആമയ്ക്ക് കൊടുക്കുക എന്നുള്ള തോന്നൽ ഇട്ട് നോക്കിയതാണ്. Peace.